السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. 2024 സലാനി ഫെസ്റ്റ് മറ്റു എൻ്റെ വേദിയിൽ ഉപവിഷ്ടനായ മുതഅല്ലിം സുഹൃത്തുക്കൾ, മതബോധങ്ങൾ പറിച്ചെറിഞ്ഞു, ധർമ്മപദങ്ങൾ വലിച്ചെറിഞ്ഞു, നികൃഷ്ടമായ വർത്തമാനകാലത്ത് അറിവ് മഹാത്മങ്ങളുടെ കലവറ എന്നതിനാസ്പദമാക്കി നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൻ സലക ത്വരീഖൽ ഇൽമി സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. വല്ലൊരുത്തനും ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻക്ക് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന തിരുനബിയുടെ വചനം എത്ര മഹനീയമാണ്. പ്രിയരെ, എന്താണ് അറിവ്? തന്റെ ജീവിതത്തെ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനോ ജീവിത ലക്ഷ്യങ്ങളെ തേടി പിടിക്കാനുമുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് അറിവ് വർദ്ധിക്കുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ എനിക്കൊരു ചിറകു മുളച്ചു, രണ്ട് ഭാഷ പഠിച്ചാൽ എനിക്ക് രണ്ട് ചിറകു മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രസക്തമാണ്. കൂടുതൽ അറിവുകൾ തൊടുന്നതിലൂടെ മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിലെത്തുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണോ എന്ന പ്രശസ്ത ചോദ്യം ലോക ജനതയിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ട് ഖുർആൻ അറിവുള്ളവന്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു. മുന്നോട്ടുള്ള ഗമനത്തിൽ അപജയം സംഭവിച്ചിട്ടുള്ള ഏതൊരു രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും അവസ്ഥ നാം പരിശോധിച്ചാൽ അറിവുള്ളവന്റെ അഭാവമായിരിക്കും അതിന് ഹേതുവായി നമുക്ക് ലഭിക്കുക. എന്തിലേറെ പറയണം, അതാണല്ലോ ചൈനക്ക് സംഭവിച്ചത്. വിദ്യ മനുഷ്യന്റെ കളഞ്ഞുപോയ സ്വത്താണത്. അതെവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക എന്ന മനുഷ്യന്റെ കാവ പിടിച്ച് നാണയ സ്വത്തുകളോട് ഭൂമിച്ചുകൊണ്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനകൾ തീർത്തും പ്രശംസനീയമാണ്. പക്ഷേ വർത്തമാനകാലത്ത് വിജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്നും അസാംസ്കാരികമായ വർത്തമാനങ്ങളാണ് ഇന്ന് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. മതബോധങ്ങൾ പറിച്ചെറിഞ്ഞും ധർമ്മപദങ്ങൾ വലിച്ചെറിഞ്ഞും നികൃഷ്ടമായ ഒരു ഭാവി നവകലാജമുറ്റങ്ങളിൽ വളരുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യന് വേണ്ടത് ധാർമ്മിക വിദ്യയാണ്. ഇന്ന് ലോകത്ത് നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അതിനെ തിരിച്ചെടുക്കാൻ നമുക്കും വരും തലമുറകൾക്കും സാധിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.